ഒരേ സമയം ആയിരക്കണക്കിന് വിളക്കുകൾ ആകാശത്തേക്ക് ഉയരുമ്പോൾ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെയുള്ള മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ ലാൻഡേൺസ് കണ്ടോ, ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നതിൻ്റെ താഴെ എൻ്റെ ഷെറിനോടൊപ്പം ഇങ്ങനെ നിൽക്കാൻ എനിക്ക് പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിനോടൊപ്പം എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയി സന്തോഷം കണ്ട്. ലാൻഡേൺ ഫെസ്റ്റിവൽ കാണാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ചിയാങ് മൈ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇത് നമ്മൾ താമസിച്ച ഹോട്ടലാണിത്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിയാങ് മൈയുടെ ഒരു ഔട്ടറിലാണ് ഇപ്പോൾ താമസിക്കണത്. കാരണം ആ മെയിൻ ഏരിയയിലൊന്നും ഹോട്ടൽ കിട്ടിയില്ല. ഭയങ്കര സീസൺ ആയതുകൊണ്ടേ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പോകാനായിട്ട് ടാക്സി കിട്ടുന്നില്ല. ഒരു ഓൺലൈൻ ടാക്സിയിൽ ആപ്പ് നോക്കിയിട്ടും ഒരു രക്ഷയില്ല. അൻസുമോളെ കൊണ്ടുവന്നിട്ട് നടത്തിക്കുകയാണ്. വേറെ വഴിയില്ല, വണ്ടി കിട്ടിയൊന്നുമില്ല. എൻ്റെ പേടി അതാണ്. നമുക്ക് പക്ഷേ 1 മണി തൊട്ട് 3 മണി വരെ അവിടെ ചെന്നിട്ട് ചെക്ക് ഇൻ ചെയ്യണ പോലത്തെ ഒരു പരിപാടിയുണ്ട്. അവിടെ നിന്ന് നമ്മളെ പിക്കപ്പ് ചെയ്ത് ഈ ലൊക്കേഷനോട്ട് കൊണ്ടുപോകാം. എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ശ്രദ്ധിക്കണം. പ്രധാനം ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഇപ്പം ഇത് ടാക്സി പണിയാണ്. ഹൈവേ എത്തി കേട്ടോ, നടന്ന് ഹൈവേ എത്തി. ഇത് കണ്ടോ, ഇത് പിങ്ക് റിവർ എന്ന് പറയും. പിങ്ക് റിവർ. ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ ഇവിടെ ആയിരുന്നു ഈ ലോയ് ക്രാത്തോൺ ഫെസ്റ്റിവലിൻ്റെ ആഘോഷങ്ങളും പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലം. കണ്ട, അടിപൊളിയാണ്. ഓക്കെ 200 250. No, it's today many traffic na. 50 minutes. Yes, I know, but Chiang Mai ni one way, okay? Okay. Yeah. Just moment na. I keep my ni got. ഓക്കെ. അപ്പോൾ ഒരു ചേച്ചിയുടെ ടുട്ടുക്ക് നമുക്ക് കിട്ടി. പക്ഷെ 300 ഭാഗത്താ പറയുന്നത്. വില കുറയ്ക്കാൻ നോക്കിയിട്ട് നടക്കണമില്ല. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ 300 കൊടുത്തങ്ങ് പോവാം. വേറെ വഴിയില്ല. 300 ഭാഗത്ത് എന്ന് പറഞ്ഞാൽ 700 രൂപയെന്ന് തോന്നുന്നു അല്ലേ. ചേച്ചിയുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി തരാണ്. യെസ്, ഓക്കെ. വണ്ടി എങ്ങനെയെങ്കിലും എത്തിയാൽ മതി. അതെ, ഇന്നൊരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതൊരു ക്യാമ്പസാണ്, ഒരു യൂണിവേഴ്സിറ്റിയാണ് ആക്ച്വലി. ഇവിടെയാണ് നമുക്ക് മീറ്റിംഗ് പോയിന്റ് പറഞ്ഞേക്കണം. ചേഞ്ച് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, താങ്ക് യു. ഇനി ഇവിടുത്തെ പരിപാടി എവിടെയെന്ന് അന്വേഷിക്കട്ടെ. ഇവരൊക്കെ അങ്ങോട്ടായിരിക്കും. ബ്ലോക്കായി തോന്നുന്നു ഇവിടെ. ഇതുണ്ട്, ഇവിടെ ഒരു ബോർഡ് വെച്ച് നോക്കിയേ. പയാപ്പെന്നല്ലേ, പയാപ്പ് യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ കോളേജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്യാമ്പസാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്, ഈ ചുറ്റും കാണുന്നത്. ഇവരുടെ ഡോർമെട്രി ഉണ്ട്, ഈ യൂണിവേഴ്സിറ്റി ഡോർമെട്രി. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗ് പോയിന്റ് പറഞ്ഞേക്കണം. എനിക്കൊരു രജിസ്ട്രേഷൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇത് നോക്കി ഇവിടെ ഒരു തടാകം കാണട്ടെ, നല്ല രസമുണ്ട്. നമുക്ക് ആക്ച്വലി വഴിയൊന്നും അറിയില്ല, പക്ഷെ കുറേ ആളുകൾ പോകുന്നുണ്ട്. എന്തായാലും ഇവർ നമ്മുടെ പരിപാടിക്ക് തന്നെ വന്നതായിരിക്കും. ഇതേ 4000 പേര് പങ്കെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. 4000 ടിക്കറ്റേ ഉണ്ടാവുള്ളൂ, ലിമിറ്റഡ് ആണ്. ഇത് നമ്മളെപ്പോലെ നല്ല വേഷമൊക്കെ ഇട്ടാണല്ലോ എല്ലാവരും വന്നേക്കണം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഇല്ല, ഇന്ന് തകർക്കണം. ഇതൊരു ചെറിയൊരു അണ്ടർപാസ്സാണ്, ഇതിൽ കൂടിയാണ് നടക്കണം. യെസ്, ഇവിടെ നൈസായിട്ട് കയറും. കുഴപ്പമില്ല, ഇവിടെ നിൽക്കാം. ക്യൂ ആയിരുന്നു. നമ്മളങ്ങ് നടന്നങ്ങ് പോയേ, പെട്ടെന്ന് നോക്കുമ്പോൾ ക്യൂ ആയി. നമ്മൾ പിന്നെ കുറേ പുറകിലോട്ട് വരേണ്ടി വന്നു. കുറേ പേർക്ക് നമുക്ക് പറ്റിയ അതേ അബദ്ധം പറ്റിയേ. എല്ലാവരും നടന്ന് നേരെ അങ്ങോട്ട് പോകണം. ഏറ്റവും ആദ്യം പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. പിന്നെ സമയം 2:30 3 മണി വരെയാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള, മീറ്റിംഗ് പോയിന്റിൽ വരാനുള്ള ടൈം പറഞ്ഞേക്കണം. ക്യൂ കാണണം. അങ്ങ് അവിടം വരെ എത്തിയിട്ടുണ്ട്. 4000 പേര് പങ്കെടുക്കുന്ന പരിപാടിയല്ലേ. വെയിലുണ്ട്, തൊപ്പി വെച്ച് വന്നതല്ലേ. ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ. ഇത് വേറെ ലൈനുണ്ട് എനിക്ക് തോന്നുന്നേ. പല കാറ്റഗറി ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ്, VIP, പ്രീമിയം, പിന്നെ എലൈറ്റ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യൂകളൊക്കെയാണ് ഈ കാണുന്നത്.
മഴ പൊടിയുണ്ട് ഇടയ്ക്ക്. ടിക്കറ്റ് ഫുള്ളായി പോയി. ഇത് ഒരു മാസം മുമ്പ് തന്നെ ടിക്കറ്റൊക്കെ ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇതുണ്ട, ഇത് എലൈറ്റ് ക്ലാസ്സുകാരെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഇങ്ങനത്തെ വലിയ വാനായിരിക്കും കേട്ടോ എലൈറ്റ് ക്ലാസ്സിന്. മഴ പൊടിയാണ് വേണ്ട സീനല്ല. ഇതൊക്കെ അങ്ങോട്ട് പോകുന്ന വണ്ടിയാണെന്ന് കേട്ടോ. പല പല നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. PNB എന്താണ്, പ്രീമിയം ആണോ? Okay, 1. 3. Thank you so much. ഓക്കെ, നമുക്ക് എന്നാ കയ്യിലിടാനാന്ന് തോന്നുന്നു. ഇങ്ങനെയിട്ട് കാണിക്കാനാണോ? മഞ്ഞ പാന് തന്നിട്ടുണ്ട്. എനിക്ക് വേണം ആ കാറ്റഗറി നോക്കി തന്നാന്ന് തോന്നണം. ബസ്സിൽ കയറാനോ വണ്ടി കയറാനൊക്കെ ആയിരിക്കും. യെസ്, നമുക്ക് പോകേണ്ട ബസ് ഇതാണ്. ഇത് പ്രീമിയം VIP കാറ്റഗറിക്ക് ഉള്ള ബസ്സാണ്. സ്റ്റാൻഡേർഡ് കാറ്റഗറിക്ക് ഇതേ ആ കാണുന്ന ക്യൂ അങ്ങോട്ട് വീണ്ടും പോകണം. ഈ സ്റ്റാൻഡേർഡുകാർക്ക് AC വണ്ടിയല്ല, പ്രീമിയം VIPക്ക് ഇതേപോലത്തെ AC ബസ് ഉണ്ടാവും. എലൈറ്റുകാരാണ് ഏറ്റവും കൂടുതൽ. അതായത് ആ ടിക്കറ്റിന് ഏതാണ്ട് 42,000 രൂപ വരും കേട്ടോ എലൈറ്റുകാർക്ക്. അവർക്ക് സെപ്പറേറ്റ് AC വാനൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വണ്ടിക്കാണ് നമ്മൾ പോകണമെന്ന് തോന്നുന്നു. നമ്മൾ ക്യൂ നിന്ന് അവസാനം ഇവിടെ എത്തി. ഒരു 10-15 മിനിറ്റ് ക്യൂ നിന്നല്ലേ. സ്റ്റാൻഡേർഡുകാർക്ക് ഇതിലും കൂടുതൽ നേരം നിൽക്കേണ്ടി വരെ. ഇതാണ് നമ്മൾ പോകാനുള്ള വണ്ടി. ഈ ബസ്സിലാണ് പോകുന്നത്. ശരിക്കും ഇന്നലെ ഉണ്ടായിരുന്ന പരിപാടി ഇന്നലെ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അത് ഫുള്ളായി പോയി. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ പ്രോഗ്രാമാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കാം. അത് നമ്മൾ മുകളിലാണ്, താഴത്തൊക്കെ ഫുള്ളായി തോന്നുന്നു. ഇതേ ശരിക്കും നമ്മൾ ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ പോകണേ. അതായത് ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് പിക്ക് ചെയ്തിട്ട് നമ്മൾ മെയിൻ പരിപാടി എടുക്കുന്ന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യും. അതാണിത്. നമുക്ക് നല്ല പോളി സീറ്റ് കിട്ടിയല്ലോ. അത് ബാക്കിയെല്ലാം ഫുള്ളായിട്ടിരിക്കുന്നു. ഏറ്റവും പുറകിൽ 2 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ഇവിടെ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കൊള്ളാം. ഇതുണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി. നമ്മൾ പോകുന്ന വഴിയിലേ ഒരു മേഘത്തിൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ? ഇത് നോക്കി, ഏതാണ്ട് ഒരു പട്ടിയുടെ ഷേപ്പില്ലേ ഇല്ലേ? തല ഇത് കണ്ടോ? കറക്റ്റ് മറ്റേ എന്ത് പട്ടിയാണ്? കോമറേനയും ഏതാണ്ട് ആ പട്ടിയുടെ പോലത്തെ ഒരു ഷേപ്പുള്ള മേഘങ്ങൾ. എനിക്ക് തോന്നുന്നതേ നമ്മുടെ മുമ്പിൽ പോകുന്ന ഈ വണ്ടികളെല്ലാം അങ്ങോട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ. ഈ ഏരിയയൊക്കെ കണ്ട നമ്മൾ സിറ്റിയിൽ നിന്നൊക്കെ കുറേ മാറിയാണ് വന്നേക്കണം. 10-30 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. കണ്ട കുറേ മലനിരകളും ഏതാണ്ട് കാട് പ്രദേശം പോലെ. ഇനി ഏതാണ്ട് 1 കിലോമീറ്ററും കൂടി ഉണ്ടെന്നത് ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നത്. കണ്ട സമയം ഇപ്പോൾ 4 മണിയായി. 5 മണിയാകുമ്പോഴേക്കും ഇവിടെ പരിപാടികൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. മീൻസ് കുറേ കൾച്ചറൽ പ്രോഗ്രാംസും പെർഫോമൻസും പിന്നെ എന്താ ട്രൈബൽ വില്ലേജ് അങ്ങനെ കുറേ സാധനങ്ങൾ കാണാനുണ്ട്. ചില നമ്മൾ 4 മണിയായിട്ടും ഈ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഇത് കണ്ട ഭയങ്കര ബ്ലോക്കാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട്. സ്ഥലം എത്തിയാകാണെന്നാണ്. അങ്ങനെ നമ്മൾ അവസാനം അകത്തോട്ട് കയറാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ കവാടം. നമുക്ക് ഓൾറെഡി ഓൺലൈൻ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് ഇവിടെ കാണിക്കണം. ഇതുണ്ട് ഇവിടെ ഒരു ഫോട്ടോ വെച്ചേക്കണം. ഇത് ഇവിടുത്തെ മുമ്പത്തെ രാജാവിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ ലേഡി മരിച്ചുപോയി കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖ സൂചകമായിട്ട് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണാം. ഇത് നോക്കി നിറച്ച ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഈ വണ്ടിയിൽ തന്നെ നമുക്ക് തിരിച്ചും സിറ്റിയിലോട്ട് ആക്കി തരാം കേട്ടോ. ഈ വണ്ടി നോക്കി. അപ്പോൾ ഈ ഒരു റിബൺ നമുക്ക് അവിടെ വെച്ച് തന്നല്ലോ, അതനുസരിച്ചാണ് ഈ സംഭവം. കണ്ട പ്രീമിയം പിങ്ക്, അതുപോലെ പ്രീമിയം സിൽവർ, VIP സിൽവർ. അത് ഈ കളർ നോക്കിയിട്ട് ആ കൗണ്ടറിലോട്ട് പോകണം. അതാ സംഭവം. കുറച്ച് ആൾക്കാരുണ്ട്. അടിപൊളി. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഇവിടെ കുറേ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാവും. പിന്നെ ഒരു വില്ലേജ് ഒക്കെ ഉണ്ട്. പിന്നെ ഫുഡ് സ്ട്രീറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രീന്, യെല്ലോ നമ്മുടെ കയ്യിൽ തന്നേക്കണ യെല്ലോ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പോകണം. പ്രീമിയം യെല്ലോ. നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ഒരു QR കോഡ് കിട്ടും ഇമെയിൽ വഴി. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കേണ്ടത്. ഹലോ. Your ticket is red. You go to red line.
റെഡ്. ഓക്കെ ഓക്കെ. ഓ ഈ സാധനം ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ ടിക്കറ്റിൽ RE12 പിന്നെ RE13 അങ്ങനെ ടിക്കറ്റ് നമ്പർ. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ റെഡ്. അപ്പോൾ നമുക്ക് റെഡിലോട്ടാണ് പോകണ്ടേ? അതെ റെഡ് ഇവിടെ. ഓ അങ്ങനെയാണല്ലേ. പ്രീമിയത്തിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ അകത്ത് കയറിയിട്ട് പറഞ്ഞുതരാം. ഹലോ. Okay. You can take souvenir from there. Okay. The food area is on the right side. Already include the ticket. Okay. Yes. Thank you. Where is the location? Food area. Food area? Yes, it's on the right side. And Where is you are the- in the premium zone. Yeah. Yes. Where is? Us around there. On the Okay, right. okay, okay, okay. Thank you, thank you. Bye bye. ഈ സാധനം കഴുത്ത് ഇടണമായിരിക്കും. യാ വാ. ഇവിടെ ക്യൂ ആയല്ല. ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരു സുവനീർ കിട്ടും. അപ്പോൾ പ്രീമിയം എടുത്തവർക്കുള്ള സുവനീർ ഇവിടെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട ഇതാണ് സുവനീർ. ഇതെന്താണ്? ബാഗ്. ഓക്കെ. ഇങ്ങനൊരു ബാഗ് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ കുറേ സംഭവങ്ങൾ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് വാ. ഇതിൻ്റെ ഇടയിൽ കൂടി പോവാം. വില്ലേജ് അതാന്ന് തോന്നുന്നു. ക്രാഫ്റ്റ് വില്ലേജ്. ഇതല്ലേ ക്രാഫ്റ്റ് വില്ലേജ്. അങ്ങനെ കാണിക്കാം. ക്രാഫ്റ്റ് വില്ലേജ് പോയിട്ട് വരാം. ഓയ് എൻ്റെ ഇത് നല്ല രസമല്ലേ? അടിപൊളിയല്ലേ? എല്ലാവരും ഭയങ്കര ഫോട്ടോ എടുക്കലാണ്ടാ. വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മിക്കവരും വൈറ്റാണ്. വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഡ്രസ്സാണ് ഇട്ടേക്കണം. ബേബി മാത്രം എന്താ നീല. അതിൻ്റെ കാരണം രാത്രിയിൽ ഈ സാധനമൊക്കെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ പോകുമ്പോഴേ കുറച്ചും കൂടി കാണാൻ ഭംഗി എപ്പോഴും വൈറ്റ് ഡ്രസ്സായിരിക്കും. അതുകൊണ്ടാണ് എല്ലാവരും വൈറ്റ് ഇട്ടേക്കണം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ വേസ്റ്റ് ഇടുന്ന രീതിയുണ്ട്. പേപ്പർ പ്ലേറ്റ്, ബാംബൂ ട്രേ, ബനാന ലീഫ് സെപ്പറേറ്റ് ആയിട്ട് വേസ്റ്റ് ഇടാനുള്ള ഒരു സംഭവമാണ്. ഇതെന്താ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണോ? അങ്ങോട്ട് കയറാം. ഓ ഇതെന്താ പപ്പടോ? ഇതെന്താ ഉണ്ടാക്കണ? പപ്പടം പോലത്തെ സാധനം കണ്ടാ? ഓ ഈ പപ്പടം ഇത് കണ്ടാവും ചുട്ടെടുക്കണ്. കനലിൽ ചുട്ടെടുക്കണ്. നമുക്ക് എടുക്കാന്ന് തോന്നണ്ട. എന്നാ പിന്നെ ഒരെണ്ണം എടുത്തേക്കാം. ഓ നല്ല ചൂടുണ്ടല്ലോ. ടേസ്റ്റ് നോക്കി. കറക്റ്റ് പപ്പടം. പക്ഷെ വേറെ ടേസ്റ്റാണ്. കപ്പയാണോ? കൊള്ളാം. പണ്ടത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി തരുവാ നമുക്ക്. അതെ എന്നാലും കൊള്ളാം. തായ് ഫുഡ് കഴിക്കാം അല്ലെ? കുറച്ച് വെറൈറ്റി സാധനങ്ങൾ. ട്രഡീഷണൽ. ഇത് നമുക്ക് ഫ്രീ ആണെന്ന് തോന്നണം. എനിക്ക് അറിയത്തില്ല. കാശ് എടുക്കേണ്ടി വരും. ഇല്ലായിരിക്കും. ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് ഒക്കെ. അത്ര 4:30. ഇനി 1 മണിക്കൂർ കൊണ്ട് മാക്സിമം സ്ഥലം കാണണം. ഓ വട്ടം വന്നു. നമുക്ക് അതിലേ വാ. ഇതിനൊക്കെ പൈസ ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട. ഇത് അവക്കാഡോ. അതിന് കിലോന് 30 വെച്ച് കൊടുക്കണം. ചിലതിനൊക്കെ പൈസ ഉണ്ട്. ചില സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഫ്രീ ആണ്. ഇതെല്ലാം കൂടി കണ്ടു തീർക്കാൻ സമയം എടുക്കുമല്ലോ. ഇവിടെ എന്താ പരിപാടി? അല്ല ആൾക്കാരെ കൂടിക്കണ്ടല്ലോ. നോക്കിയിട്ട് വരാവാ. ഓ ഇത് അത് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ക്രാത്തോണില്ലേ? ലോയ് ക്രാത്തോൺ. ആ സാധനം ക്രാത്തോ എന്ന് പറയുന്ന സംഭവം ഇവർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ വാഴപ്പിണ്ടിയിൽ മറ്റേ ഇലകളൊക്കെ പല ഡിസൈനിലും മടക്കിയൊക്കെ വെച്ച് പൂക്കളൊക്കെ വെച്ച് തിരി വെച്ച് വെള്ളത്തിൽ ഒഴുക്കി വിടും. ഇത് നമുക്ക് തരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ഇവിടെ പല സ്ഥലത്തും ഇതുപോലെ പെർഫോമൻസ് നടക്കുന്നുണ്ട്. ലോക്കൽ മ്യൂസിക് എൻജോയ് ചെയ്യേണ്ടവർക്ക് അത് എൻജോയ് ചെയ്യാം. അവിടെ നേരത്തെ ഒരു വലിയൊരു മറ്റേ DJ പോലത്തെ പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ ഇവരുടെ എനിക്ക് തോന്നുന്നു തായ് ലോക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പം നമ്മൾ പ്രീമിയം കാറ്റഗറി എടുത്തത്, അതുകൊണ്ട് ഇത്തിരി റേറ്റ് കൂടുതലാണ്. 6800 തായ് ബാത്തായി. അതായത് ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 18,000 വരും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് ഏറ്റവും താഴ്ന്നത്. അതിന് 4800 ബാത്താണ്. അതായത് ഇന്ത്യൻ മണി ഒരു 13,000 രൂപ. ഏറ്റവും കുറഞ്ഞ റേറ്റ് അതാണ്. പിന്നെ L8 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ല, അതിന് 42,000 രൂപയാണ്.
അങ്ങനെ അതാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത്. ഇപ്പം ഇത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ വഴിയേ പറയാം കേട്ടോ. നമുക്ക് ബാക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ ബ്ലൂ ആണല്ലോ. പഗോഡ സോണ്. ആ പഗോഡ സോണിൻ്റെ അങ്ങോട്ടാണ് ശരിക്കും നമുക്ക് പോകണ്ടേ. അതായത് അവിടെയാണ്, അതിൻ്റെ ചുറ്റുമാണ് ഈ സാധനം പറത്തി വിടുന്ന സംഭവമൊക്കെ ഉള്ളത്. എങ്ങോട്ടാണ് പോകേണ്ടതെന്നില്ല, നമുക്കിങ്ങനെ എല്ലാ സ്ഥലവും കാണാം. നമുക്കൊരു 5:30 വരെ സമയമുണ്ട്. 5:30 നേരം കൊണ്ട് നമുക്ക് ഈ ഏരിയയൊക്കെ ഒന്ന് കറങ്ങി കാണാം എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് നോക്കി പഴയ കാർ. ഇത് ഇവിടുത്തെ മോഡലാണോ? അല്ല, ഇവിടെ വന്ന ആളാണ്ടോ. ഞാൻ വെച്ചാൽ ഇവിടെ നിൽക്കുന്ന മോഡൽ വല്ലതും വേണം കൊള്ളാട്ടോ. എന്തായാലും ഇതെന്താ ഈ പഴയ കാറൊക്കെ ഇവിടെ കൊണ്ടിട്ടാണ് പഴയ ആംബിയൻസിൽ ഫോട്ടോ എടുക്കാല്ലേ കണ്ടോ. തായ്ലൻഡിലെ ഈ ഒരു നോർത്തേൺ പാർട്ടിലെ ലെന എന്ന് പറയുന്ന പീപ്പിൾ ഉണ്ട്. അവരാണ് ഇവിടെ ഈ ഒരു ആഘോഷം ശരിക്കും നടത്തുന്നത്. അതെന്ന് വെച്ചാൽ നോർത്തേൺ പാർട്ടിലുള്ള ആൾക്കാർ ലെന പീപ്പിൾ എന്നാണ് പൊതുവെ പറയുന്നത്. പണ്ട് ലെന എന്ന് പറയുന്ന രാജ്യമൊക്കെ ഉണ്ട് ഇവിടെ, ലെന കിങ്ഡം. അതിന് രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷമാണ് ശരിക്കും ഈ ഒരു ലാൻഡൈൻ ഫെസ്റ്റിവലൊക്കെ. ഇവിടെ ആൾക്കാർ വെച്ചിട്ടുണ്ട്, അല്ല വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മണലാണ് കേട്ടോ. മണലിൻ്റെ മുകളിൽ മറ്റേ മൺചട്ടിയില്ലേ, അതാണ് കത്തിച്ച് വെച്ചേക്കണം. അതിനകത്ത് മെഴുകാണ് അല്ലേ, ഇത് മെഴുകുതിരി ഉണ്ട് കേട്ടോ. അയ്യോ ദേ ഇത് നോക്കി, ഇവിടെ നമുക്ക് ഇതുപോലെ ലവ് ചിഹ്നം ഇടാവോ? കെട്ടിയിടാന്ന് തോന്നുന്നു മേടിച്ചിട്ട്. ഇത് കണ്ട, ഓരോ ആണിൽ ലവ് ചിഹ്നം വെക്കാം. എന്താ സംഭവം? ഇത് പ്രണയിനികൾക്കുള്ളതാണോ? പ്രണയിനികളുടെ ദേവത അതാണ് ഗോഡസ് ഓഫ് ലവ്. ഇവിടെ കണ്ട ആളുകൾ പേര് എഴുതി വെച്ചിട്ട് ഇവിടെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. നമ്മൾ ചില നാടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ ലോക്ക് ചെയ്യത്തില്ലേ, ഏതാണ്ട് അതേപോലത്തെ ഒരു സെറ്റപ്പ്. ലോക്ക് ബ്രിഡ്ജിന്റെ കോൺസെപ്റ്റ് തന്നെ. നമ്മൾ രണ്ടുപേരുടെ കപ്പിൾസിന്റെ പേരെഴുതി ഒന്നാകാനുള്ള ദിവസം അല്ലെങ്കിൽ ഒന്നായ ദിവസം ഒക്കെ ഇട്ടിട്ട് ഗോഡസ് ഓഫ് ലവിന് വേണ്ടി ജസ്റ്റ് കൊള്ളാന്നല്ലോ. ഇവിടെ ഒരു സംഭവം ഉണ്ട്, ലക്കി ടർട്ടില. എന്താ സാധനം? അത് ലക്കി ആമ. അതായത് പ്രിപ്പയർ കോയിൻസ്, ഒരു കോയിൻ എടുക്കണം, എന്നിട്ട് നമ്മുടെ മനസ്സിലൊരു വിഷ് ആഗ്രഹിക്കണം. ഫോക്കസ് ഓൺ യുവർ മൈൻഡ് ആൻഡ് മേക്ക് എ വിഷ്. എന്നിട്ട് ഈ കോയിൻ ടോസ് ചെയ്ത് ആമയുടെ വായിലിടണം. അത് ശരി. അവര് അത് കണ്ട, അവര് അവിടെ ചെയ്യുന്നുണ്ട, പ്രാർത്ഥിച്ചിട്ട് ആ ആമയുടെ വായിലോട്ട് ഇടണം. ഉന്നോട്ടേക്ക് ഇട്ടോ, എനിക്കില്ല. നമ്മളൊരു കോയിൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഈ ആമയുടെ ഇടട്ടെ, ഈ ആമയുടെ. വാ, എന്താ ആലോചിച്ചത്? എന്തെങ്കിലും ആലോചിച്ചോ? ഇടട്ടെ, എനിക്ക് ലോട്ടറി അടിക്കാന്ന് ആലോചിച്ചാലോ? അപ്പൊ അടിക്കില്ലെങ്കിലോ? എന്തെങ്കിലും ഇടട്ടെ. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കണമെന്നില്ല, അങ്ങ് ഇടാണ്. ഇത് ഈ ബിസിനസ് കൊള്ളാല്ലേ? 1 രൂപ വെച്ച് എല്ലാവർക്കും കിട്ടും. ഇടട്ടെ, റെഡി 1 2 3. ജസ്റ്റ് മിസ്. ഇട്, ഞാൻ സിമ്പിൾ 10 കറക്റ്റ്. വേറെ ഒന്നും ഇട്. റെഡി, ഇവിടെ അപ്പുറത്താമ്മയുടെ തലക്കെട്ടുണ്ട്. ആ പോവാ. അത് കൊള്ളല്ലോ പരിപാടി. കാശ് തന്നെ ഇടണം, വേറെ കല്ല്. ഓ, ഞാൻ 50 ഇട്ടുള്ളൂ. കോയിൻ ഇടണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ആ അതെ, ഇത് കണ്ട, ഇവിടുന്ന് നമുക്ക് പേരൊക്കെ എഴുതി മേടിക്കാം. നേരത്തെ കണ്ട ലവ് ചിഹ്നമില്ലേ, അത് ഇവിടുന്ന് മേടിക്കണ്ടേ, കാശ് കൊടുക്കണമായിരിക്കും. ഹൗ മച്ച്? 21 for 1. ആ ഓക്കെ ഓക്കെ ഓക്കെ. അതായത് അതിന് ഈ സാധനത്തിന് 20 വാത്ത്. പിന്നെ ഇതിനൊക്കെ എത്ര? 150. ആമയൊക്കെ കിട്ടും കേട്ടോ, 150 വെച്ചിട്ട്. എന്നാ എഴുത്. Give me one. Yeah. Okay, thank you. വെള്ള എടുക്ക്, വെള്ളയിൽ എഴുതിയാലല്ലേ കാണുള്ളൂ. ആൻഡ് സോ ലവ് അവിടെ മറക്കും, ലവ് ഷെറിൻ ഫോർ എവർ. കുറച്ച് നല്ല കയ്യക്ഷരമാണല്ലോ, കൊള്ളാം. നോക്കി വേണ്ട എഴുതിയേക്കണം, അവിടെ കൊണ്ട് കെട്ടിയിടാം. ഇതെങ്ങനെ കെട്ടണം?
അതവിടെ ആണിയുണ്ട്, അതിലിട്ടാ മതി. എവിടെ കെട്ടിയത്? പോയി ചെറുനേര്. ഞാൻ പൊട്ടിച്ചു പറഞ്ഞപ്പോൾ കെട്ടണ്ടേ? കെട്ടുവല്ല, തൂക്കുമായിരുന്നു. അത് കുഴപ്പമില്ല, അങ്ങനെ കെട്ടി വെക്കാം. ബാ പിടിച്ചോ. ഇവിടെ എല്ലായിടത്തും വേറെ വേറെ തണ്ടല്ലോ. ഇവിടെ കെട്ടി ഇവിടെ മോളിൽ ഒന്ന് ഇവിടെ ഇങ്ങനെ കെട്ടിയല്ലോ. എത്ര കുരുക്ക് വേണം? താലി കെട്ടണ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി പോകത്തില്ല, ഒരുത്തരും പറക്കത്തില്ല. ഇങ്ങനെ കൈ വെച്ചിട്ട് വീട്ടിലെടുത്തല്ല. ഒരു ചേച്ചിയും ചേട്ടനും ഇരുന്ന് പാട്ട് പാടുന്നുണ്ട്. പക്ഷെ ഏത് ഭാഷയിലാണെന്ന് മനസ്സിലാവണില്ല. തായ് ഭാഷ ആയിരിക്കണം അല്ലേ? ഓ, നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയല്ലേ. ഇനി നമുക്ക് നമ്മുടെ സോണിന്റെ ഏരിയയിലോട്ട് പോകട്ടാ. ഇവിടെയൊക്കെ വീടുകളൊക്കെ കൊള്ളാം. ബട്ട് അങ്ങോട്ട് നോക്കുമ്പോ കണ്ടോ, എല്ലാരും വിശാലമായി ഒന്നിച്ചിരിക്കുമ്പോ നല്ല രസമാണ്. ഒന്നാമത് ഭയങ്കര VIP. ഇത് ആ സെൻട്രൽ സംഭവം കണ്ട, അതാണെന്ന് തോന്നുന്നു ഈ പഗോഡ എന്ന് പറയുന്ന സംഭവം. അതാണെന്ന് തോന്നുന്നു. അതിന്റെ ചുറ്റുമാണ് ശരിക്കും ഈ കസേരകൾ ഇട്ടിരിക്കുന്നത് റൗണ്ടില്. ഇത് ഏത് കാറ്റഗറി ആണെന്ന് അറിയാൻ പാടില്ല. ഇത് കുറെ ഉണ്ട്. ഇവിടെ ഏത് ഒരു സംഭവം കാണിച്ചാൽ അങ്ങോട്ടാ. ഇതാണ് ലാൻഡേൺസ്. ഈ സാധനം ഇത് കണ്ട, ഇതാണ് നമ്മൾ കത്തിച്ച് മുകളിലോട്ട് വിടാൻ പോകുന്നത്. എണ്ണ കുപ്പിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തീ കൊളുത്തിയിട്ടായിരിക്കും നമ്മൾ മുകളിലോട്ട് വിടുന്നത്. അത് നമ്മുടെ ഏരിയയിൽ പോയി വിശദമായിട്ട് കാണിച്ചു തരാം. ഫുഡ് സോൺ, പ്രീമിയം ഫുഡ് സോൺ. നമ്മുടെ സോണിൽ പോവാം. എലൈറ്റ് ഫുഡ് സോൺ അവിടെ. ഇത് കണ്ട, ഇവിടെ നമുക്ക് ഇതുപോലെ ആ ക്രാത്തവും കിട്ടും. ഇത് കണ്ട, അവിടെ ഇവിടെ ഒഴുക്കുന്നുണ്ടല്ലോ, ആൾക്കാർ ഒഴുക്കുന്നുണ്ട്. പക്ഷെ ചെറിയൊരു തടാകം എനിക്ക് ഇവരുണ്ടാക്കിയാന്ന് തോന്നുന്നു. ഒരു ചക്രമൊക്കെ കാണാം. നമുക്ക് കൈ കൊണ്ട് വിടാൻ പറ്റത്തില്ല. ഒരു കോലിൽ വെച്ചിട്ട് കണ്ട, ഒരു തോട്ടി വേണം. കാരണം ഭയങ്കര താഴ്ചയല്ലേ ഇത്. നല്ല കളറുള്ളത്. ഞാനേത് കളർ എടുക്കും? ഇതുപോലെ പിങ്ക് ചേരുന്ന എടുക്കും. പിങ്കാ? എന്നാൽ ഫുൾ പിങ്ക് എടുക്കാം. ഇതാണ് ലോയ് ക്രാത്തോൺ. ലോയ് ക്രാത്തോൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫെസ്റ്റിവലാണ്. ഇതിനെയാണ് ക്രാത്തോൺ എന്ന് പറയുന്നത്. ഇത് ചിരട്ടയാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ പിണ്ടിയിലൊക്കെ ഉണ്ടാക്കട്ടെ. മറ്റേ പിണ്ടി എന്ന് പറഞ്ഞാൽ വാഴയുടെ പിണ്ടി. തേങ്ങയുടെ അടിവശം നോർമലി വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കും. നമുക്ക് ഇടാം. വാഴപ്പിണ്ടി ഇടിച്ചിടിച്ചിട്ട് നിന്നോട്ടെ. ഇത് ഇങ്ങനെയുണ്ട് വിടണ്ടേ. കൊള്ളാം. മുക്കിയാൽ മതി ഇത് നൈസായിട്ട് ഇങ്ങനെ. ഞാൻ അടുത്തത് പിടിച്ചോ, ഒന്നിച്ച് നോക്കാം. ഒഴുക്കി വിടട്ടെ. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സോൺ ഇതാണ്, പ്രീമിയം. അപ്പോൾ അതിൻ്റെ ഫുഡ് കൗണ്ടറൈസാണ് ഈ ഇപ്പുറത്ത് കാണുന്നത്. എന്താ അടിപൊളിയല്ലേ? ഫുഡ് സോൺ എല്ലാം ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് കിട്ടത്തില്ലേ? തന്നു. കൊള്ളാം. ഇതെന്താ സാധനം? പോയി കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ. ഹലോ. Okay. So you can get the food on the bars. We have 3 zones, 1, 2, and 3 on the. Which zone? This one? You can take any seat in here. But this number is when you go to that zone. Oh, that zone. Yeah, that zone you have to show the number. Okay. And the staff will bring you to the chairs. Okay, what time this starting? Maybe like 7:30. 7:30. Okay. Thank you. So please enjoy the food first. Okay. Thank you. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഇവിടെ നമ്പറൊന്നുമില്ല, എവിടെ വേണമെങ്കിൽ ഇരിക്കാമെന്നാണ് പറഞ്ഞത്. ഈ പറത്തുന്ന ഏരിയയിലാണ് ഈ നമ്പർ നോക്കി ഇരിക്കേണ്ടത്. മൊത്തം സീനാണ്. നമുക്ക് ഒരു സീറ്റ് കിട്ടുന്നില്ല. അതായത് ആരെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് എണീറ്റ് പോയാലേ നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. ഇവിടെ പലരും വന്നിരുന്നിട്ട് കിടപ്പാണ്. ഇത് കണ്ടോ? പിന്നെ അപ്പോൾ സീറ്റ് തപ്പി കിടന്നിട്ട് ആകെ സീനാണ്. ഇവിടെ നമുക്ക് ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്, കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഫുഡ് നമ്മളവിടെ പോയി സെൽഫ് സർവീസാണ്, മേടിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും വന്ന് ഇരുന്ന് കഴിക്കണം. പക്ഷേ ഇതെന്താണെന്നറിയാമോ നമുക്ക് തന്നത്? നമ്മൾ വിചാരിച്ച ഇത് വലിയ ഗിഫ്റ്റാണ്. ഇതിനകത്ത് മറ്റേ ഇതാണ് കപ്പും മറ്റേ സോസറും സ്പൂണൊക്കെയാണ്, വേറെ ഒന്നുമില്ല. നമുക്കേ നിന്ന് കഴിച്ചാലോ, വിശന്നിട്ട് പാടില്ല. അങ്ങനെ നമുക്ക് സീറ്റ് ഇട്ടിരിക്കുകയാണ്. നമ്മൾ 1-2 പേരോടൊക്കെ ചോദിച്ചു നോക്കി, ഇപ്പോൾ എണീറ്റ് മാറോ? ഇല്ല, അവിടെ ആൾക്കാരുണ്ട്, ഫുഡ് എടുക്കാൻ പോയി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ കറക്റ്റ് നമ്മുടെ മുമ്പിൽ നിന്ന് ഒരു ഫാമിലി എണീറ്റ് പോയി. അങ്ങനെ ഒരു സീറ്റ് കിട്ടി. ഞാനിനി പോയിട്ട് ഫുഡ് കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് ഫുഡ് മേടിക്കാൻ വേണ്ടി. ഇവിടെ ബീഫ് കറിയാണല്ലോ, ബീഫ് കറി ഇതുണ്ട്, ചിക്കൻ ബിരിയാണി, മസാല ഷാബുവ, അതൊക്കെ എന്താ സാധനം അറിയത്തില്ല. കുറേ തായ് വിഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണം. ടൊമാറ്റോ സോസ്, മയനൈസ്ഡ് പോർക്ക്, മയനൈസ്ഡ് ചിക്കൻ, പിന്നെ സാലഡ് ഏരിയ, പുഴുങ്ങിയ മുട്ട വരെ ഉണ്ട്. ഇത് കോൺ സൂപ്പിൻ്റെ ഏരിയയാണ്, പല ടൈപ്പ് സൂപ്പ്. ടോം യൂങ് ഗൂണ് എന്തോ സാധനം, ഈ പേര് വായിച്ചു കഴിഞ്ഞാൽ എന്താ ഐറ്റം ഒന്നും മനസ്സിലാവില്ല, കാരണം ഇവരുടെ പേരൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചു. ഇവിടെ എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. പോർക്ക്, ബീഫ്, ചിക്കൻ, പിന്നെ വെജിറ്റബിൾസ് വല്ലതും ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല, ശ്രദ്ധിക്കാൻ പോയില്ല. ബർഗർ ഉണ്ട്, എഗ് ഫ്രൈ ഒക്കെ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഡ്രിങ്ക്സിൻ്റെ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ഡ്രിങ്ക് ഇല്ല, ജ്യൂസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ക്യൂ അങ്ങ് 1 കിലോമീറ്റർ അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ക്യൂ ആണ്, അതുകൊണ്ട് അത് എടുക്കാൻ നിന്നില്ല. ബാക്കി കുറേ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. ഇനി ഈ സംഭവം എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പേര് ഈ പിങ് സ്കൈ ലാൻഡേൺ ഫെസ്റ്റിവൽ എന്നാണ്. ഇത് നടത്തുന്നത്, അതായത് ഇതൊരു എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് സംഭവമാണെന്ന് തോന്നാം. ഇത് ടിക്കറ്റ് വെച്ചിട്ടാണ് ഇത് നടത്തുന്നത്. ഈ പിങ് ലാൻഡേൺ ഫെസ്റ്റിവൽ .th ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നിങ്ങൾ ടിക്കറ്റ് ഇനി ഇപ്പോൾ അടുത്ത വർഷം ബുക്ക് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ 2025 അടുത്ത വർഷം ബുക്ക് ചെയ്യുമ്പോൾ മിനിമം ഒരു 3 മാസം മുമ്പെങ്കിലും ഇത് ബുക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ടിക്കറ്റ് നിങ്ങൾ വിചാരിച്ച പോലെ കിട്ടത്തില്ല. ഇനി ടിക്കറ്റ് പ്രൈസ് പറയാം. 4 കാറ്റഗറി ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ്, പിന്നെ VIP, പിന്നെ പ്രീമിയം, അതുപോലെ എലൈറ്റ്. അതാണ് ഏറ്റവും ഹൈ ക്ലാസ്, എലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എടുക്കാൻ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ ആ ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ നോക്കിയപ്പോൾ പ്രീമിയമാണ് ഉള്ളത്, അതങ്ങ് എടുത്തു. എലൈറ്റ് എടുക്കാൻ നിന്നാൽ ഭയങ്കര റേറ്റാണ്. അപ്പോൾ സ്റ്റാൻഡേർഡിന് റേറ്റ് വരുന്നത് 4800 ബാത്താണ്, ഏതാണ്ട് ഇന്ത്യൻ മണി 13,000 രൂപ വരും. മിനിമം എമൗണ്ട് അത് മുടക്കേണ്ടി വരും. പിന്നെയുള്ള കാറ്റഗറി എന്ന് പറഞ്ഞാൽ VIP എന്ന് പറയുന്ന സംഭവമാണ്. അതിന് 6400 ബാത്ത് വരും. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പ്രീമിയം കാറ്റഗറി, അതാണ് നമ്മളെടുത്തത്. അതിന് 6900 ബാത്താണ്, അതായത് ഇന്ത്യൻ മണി നോക്കുമ്പോൾ ഒരു 19,000 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ഈ പറയുന്ന എലൈറ്റ് കാറ്റഗറി. അതിന് 42,000 രൂപയാണ്, അതായത് 15,500 തായ് ബാത്ത് വരും. ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 42,000 രൂപയോളം വരും. ഒരാൾക്കുള്ള റേറ്റാണ്. അപ്പോൾ നമുക്ക് ഈ സൈറ്റിൽ കയറിയിട്ട് ആ ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ ഈ സംഭവം ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത ശേഷം നമ്മുടെ ഇമെയിലിലും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുമല്ലോ, ഒരാൾക്ക് എത്ര ടിക്കറ്റ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ അത് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇമെയിലോട്ട് അതിൻ്റെ കൺഫർമേഷൻ ടിക്കറ്റൊക്കെ അവർ അയച്ചു തരും. അതിൻ്റെ എവിടെയാണ് വരേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ വന്നല്ലേ, ആ യൂണിവേഴ്സിറ്റി അവിടെ ചെന്നാൽ മതി, അവിടെ നിന്ന് വണ്ടി കയറ്റി അവർ ഇവിടെ കൊണ്ടുവരും. തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുപോയി നമുക്ക് നൈറ്റ് ബസാറോ അല്ലെങ്കിൽ മായാ മാൾ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടാക്കി തരും. ഹോട്ടലിലോട്ടൊന്നും ആക്കി തരില്ല, കാരണം ഇത് ഏതാണ്ട് 4000-ഓളം ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരെയും ഹോട്ടലിലാക്കാന്ന് പറഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഇവർ കൊണ്ടുവന്നാക്കാം. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഇമെയിലിൽ കിട്ടും. ഇനി വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, പ്രത്യേകിച്ച് ബാങ്കോക്കിൽ നിന്ന് ചിയാങ്മയിലോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നേരത്തെ ബുക്ക് ചെയ്തോളണം. മിനിമം 3 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഭയങ്കര റേറ്റാണ്. ഇപ്പം ഞാനെടുത്തപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എത്രയായിരുന്നു വെച്ചാൽ 14,000 ഒക്കെ കാണിച്ചായിരുന്നു. ഒരാൾക്ക് 14,000 കാണിച്ച്. അത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ 35,000 ആ സെയിം സാധനം. അതായത് ഒരു സൈഡിലോട്ടുള്ള 1 മണിക്കൂർ പോകാനായിട്ടുള്ള റേറ്റ് 35,000 രൂപയൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കണം. പിന്നെ വേറെ ഓപ്ഷനുള്ള ട്രെയിൻ ഉണ്ട്, പക്ഷെ അത് 10 മണിക്കൂർ എടുക്കും. അതുപോലെ ബസ്സുണ്ട്, നമുക്ക് ബസ് മറ്റേ ഗ്രീൻ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് പോകാം. അത് ഈ പറഞ്ഞ പോലെ ഓവർനൈറ്റ് ബസ്സാണ്, പക്ഷേ സമയം ഉണ്ടെങ്കിൽ അത് പ്രശ്നമല്ല.
അതാകുമ്പോൾ 1000 രൂപ 2000 3000 അത്രയൊക്കെ വരത്തുള്ളൂ. വലിയ റേറ്റില്ലാണ്ട് നമുക്ക് പോകാം. ഞങ്ങൾക്ക് കുറച്ച് ടൈമിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടാണ് നമുക്ക് ഫ്ലൈറ്റ് തന്നെ എടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് അറിയാമോ, ഫ്ലൈറ്റ് ചിയാങ് മൈന്ന് എടുത്തില്ല, ചിയാങ് റേന്ന് എടുത്ത്. അവിടെ നിന്ന് ബാങ്കോക്കിലിട്ട് 4000 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ചിയാങ് മൈന്ന് നമ്മൾ ബസ് പിടിച്ച് ചിയാങ് റേ പോയിട്ട് ഫ്ലൈറ്റ് പിടിച്ച് ബാങ്കോക്കിൽ പോകും. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് നിങ്ങളെ ഹോട്ടൽ ബുക്കിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പ്രധാനപ്പെട്ട ഈ ലോയ് ക്രാത്തോം പരിപാടി ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് നമ്മുടെ ആ നവരാത്ര ബ്രിഡ്ജ്, കഴിഞ്ഞ വീഡിയോയിൽ കാണാം, നവരാത്ര ബ്രിഡ്ജിൻ്റെ അവിടെ, അതായത് നൈറ്റ് ബസാർ എന്ന് പറയുന്ന ചിയാമയിലെ ഏരിയയുടെ അടുത്താണ്. നമുക്ക് റൂം എടുത്താൽ ഏറ്റവും നല്ലത്. ജസ്റ്റ് നടന്ന് സ്ഥലങ്ങളൊക്കെ കാണാം. ടാക്സി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട, ഒരു ടാക്സി കിട്ടത്തില്ല. നമ്മുടെ ഇന്നത്തെ ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ടു കാണും. അതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ടാക്സി കിട്ടത്തില്ല, ഓൺലൈൻ കിട്ടത്തില്ല, അല്ലാണ്ടും കിട്ടില്ല. പിന്നെ ടുക്ടുക്കാരൊക്കെ ആണെങ്കിൽ ഒടുക്കത്തെ റേറ്റ് മേടിക്കും. അപ്പോൾ നടന്ന് പോകാൻ പറ്റുന്ന അടുത്ത് തന്നെ നിങ്ങളൊരു റൂം സെറ്റ് ചെയ്യണമെങ്കിൽ, അതും ഈ പറഞ്ഞാൽ 3 മാസം മുമ്പെങ്കിലും മിനിമം ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൂമും കിട്ടില്ല, ഒരു സാധനവും കിട്ടത്തില്ല, വലിയ പാടാണ്. യെസ്, അപ്പോൾ ഇതാണ് റേറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മറ്റു പല ആപ്പുകളും വെച്ചും നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ഇവരുടെ തന്നെ ഒഫീഷ്യൽ സൈറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ബുക്ക് ചെയ്താൽ മതി, വേറെ സംഭവമൊന്നുമില്ല. പിന്നെ ഇവിടെ QR കോഡ് കാണിച്ച് നമ്മൾ കയറുന്നു, അത്രേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്ക് ബഡ്ജറ്റായിട്ട് എങ്ങനെ ഇത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ ഇതൊരു ഒഫീഷ്യലായിട്ട് നടക്കുന്ന, അതായത് ഒരു പ്രദേശത്തിലെ ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് ഇവിടെ മാത്രമല്ല, ഇത് ടിക്കറ്റൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതല്ലാണ്ട് നമുക്ക് ചില അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഈ ഭംഗിയൊന്നും കിട്ടത്തില്ല. ഇത് 1-2 പേര് ഇങ്ങനെ മുകളിലോട്ട് വിടുന്ന ഒരു പരിപാടിയൊക്കെയാണ്. പക്ഷേ നമുക്ക് ഈ സാധനം, ഈ ലാൻഡേൺസ് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷെ എല്ലാ സ്ഥലത്തും ഇത് പറത്താൻ പറ്റില്ല, അതിന് പെർമിഷൻ ഇല്ല. കാരണം സ്വാഭാവികമായിട്ടും അപകടം സംഭവിക്കും. കാരണം തീയൊക്കെ വെച്ച് വിടുകയല്ലേ, എല്ലായിടത്തും പോയി തീയൊക്കെ പിടിക്കും. അത് മറ്റേ സിറ്റി ഏരിയയിലൊന്നും പറത്താൻ അനുവാദമില്ല. ചില സോണുകൾ തന്നിട്ടുണ്ട്, അത് നമുക്ക് മാപ്പൊക്കെ ഉണ്ട് അതിൻ്റെ. അത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ഇത് പറത്താൻ പറ്റുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിന് ശിക്ഷയുണ്ട്, ഭയങ്കര പണിഷബിൾ ഒഫൻസാണ് ഇത്. അതായത് 5 വർഷം തടവും 2 ലക്ഷം തായ് ബാത്തും ആണ് പണിഷ്മെൻറ്റ്. സിറ്റി ഏരിയയിലൊക്കെ അനുവാദം ഇല്ലാത്ത ഏരിയയിൽ പറത്തിയാൽ ഇങ്ങനെയാണ് പ്രശ്നമുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാലോ, ഈ ഇത്രയും തീയൊക്കെ പറത്തി വിട്ടാൽ വല്ലയിടത്തും പോയി തീ പിടിക്കും, അപ്പോൾ അപകടം ഉണ്ടാവും. അതാണ് അത് ഉദ്ദേശിക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു കാട്ടുമുക്ക് പ്രദേശമൊന്നുമാണ്. സിറ്റിയിൽ നിന്നൊക്കെ 30 കിലോമീറ്റർ മാറി ഫുള്ള് മലനിരകളാണ് ചുറ്റും, നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏരിയയിൽ വെച്ചേക്കണേന്നാണ് തോന്നണം. ഇത് എവിടെ പോയി വീഴുമല്ലേ, ഞാൻ അങ്ങനെ ആലോചിക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഈ ലോയ് ക്രാത്തോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വീഡിയോയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സംഭവം. എല്ലാം മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്താലേ ഈ പരിപാടി അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സ്കൂട്ടറൊക്കെ റെൻറ്റിനെടുത്ത് പോകാനാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം അതാണ്. റെൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടിയും കൊണ്ടൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും. ടാക്സിയിൽ സഞ്ചരിക്കണ കാര്യം ആലോചിക്കാൻ വേണ്ട, ഭയങ്കര നമ്മുടെ സമയം ഒക്കെ പോകും. ഓ, ഇത് നോക്കിയാണ്ട മനസ്സിലാക്കണം. നമ്മുടെ ഈ കാടിനകത്തെ റെഡ് കണ്ട, അപ്പോൾ റെഡ് സോൺ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ആ ചേച്ചീനെ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഇവിടെ എല്ലാം അപ്പുറത്താണ് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കി ഇവർക്ക് മനസ്സിലാവും. അയ്യോ, അങ്ങനെ നമ്മൾ ലാൻഡിയം പറപ്പിക്കാൻ പോകുന്നു. കൊള്ളാം. ഇത് കണ്ടോ, ആൾക്കാരൊക്കെ ക്യാമറയൊക്കെ വെച്ച് റെഡിയായി, ട്രൈപോഡൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റാണ് എല്ലാവരും. വാ ഇങ്ങോട്ടാ. ഓക്കെ, റൈറ്റ് സൈഡ്. ഓക്കെ, RE RY. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് പോകണം. ഇനി RS ആയിട്ടുള്ളൂ. ഇങ്ങോട്ട് വാ. അല്ല, ക്യൂ ആണത്. ഓക്കെ, ഗാലറിയിലൊക്കെ നിറച്ച ആൾക്കാരാണല്ലോ. RE ഓക്കെ, യെസ്, RE കണ്ടുപിടിച്ച്. ഇത് ഏറ്റവും ഫ്രണ്ടിലാണല്ലോ. യെസ്, RE. ഓക്കെ. ഓ, ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ സാധനം. 12 നോക്ക്, 12. ഇതാണ് സ്ഥലം. ഇത് മറിച്ചിടല്ലേ, പൊളിച്ച്. ഇതാണ് സ്ഥലം. കൊള്ളാം. ഇവിടെ സാധനം ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് പറത്താനുള്ള ലാൻഡേൺ. ഇത് കത്തിക്കാനുള്ള തീ ഇവിടെ ഉണ്ട്, കണ്ട, എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്താ പൊന്ന്, നമ്മൾ പഗോഡയുടെ ഏറ്റവും മുമ്പിലാണ്. ഇത് നോക്കി, ഏറ്റവും ഫ്രണ്ടിൽ.请各位来宾尽快移步到主舞台区。
തായ്ലൻഡിലെ ഏറ്റവും മനോഹരമായ ആഘോഷങ്ങളിൽ ഒന്നാണ് ഈപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഉത്സവം. വടക്കൻ തായ്ലൻഡിലെ ചിയാങ് മൈ നഗരത്തിലാണ് ഇത് ഏറ്റവും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. ഈപ്പിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മാസത്തിലെ പൂർണ്ണചന്ദ്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് തായ് ചാന്ദ്ര കലണ്ടറിലെ രണ്ടാമത്തെ മാസത്തിലെ പൗർണമി നാളിലാണ് ഈ ഒരു ആചാരം നടക്കുന്നത്. ആയിരക്കണക്കിന് വിളക്കുകൾ ആകാശത്തേക്ക് പറത്തി വിടുന്നതാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ലോയിക്രാത്തോൺ എന്ന് പറയുന്ന ഉത്സവം കണ്ടിരുന്നു. ഈ ലോയിക്രാത്തോണും ഈ ഈപ്പിംഗ് ഉത്സവവും രണ്ടും രണ്ടാണ്. പലപ്പോഴും ഇത് ഒന്നാണ് എന്നാണ് പലരും ചിന്തിക്കുന്നത്. ലോയിക്രാത്തോൺ എന്ന് പറഞ്ഞാൽ ഈ നദികളിലും തടാകങ്ങളിലൊക്കെ പൂക്കളും ഇലകളൊക്കെ കൊണ്ട് നിർമ്മിച്ച ദീപങ്ങൾ ഒഴുക്കി വിടുന്നതാണ്. ഇത് മിക്കവാറും തായ്ലൻഡിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ ഈപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഉത്സവം ഇത് പ്രധാനമായിട്ടും ഈ വടക്കൻ തായ്ലൻഡിലാണ് ഈ ഒരു ഉത്സവം നടക്കുന്നത്. ഇത് പണ്ട് ഇവിടുത്തെ ലെന സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉത്സവം ഉണ്ടോ. അതായത് വടക്കൻ തായ്ലൻഡിലെ പഴയൊരു സാമ്രാജ്യമാണ് ഈ ലെന എന്ന് പറയുന്നത്. അവരുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് ഈ ഈപ്പിംഗ് എന്ന് പറയുന്ന ഉത്സവം. ഈ ചിയാങ് മൈ നഗരം ഈ ലെന സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ഇവിടെ ഏറ്റവും വലിയ ആഘോഷം ഈ ഒരു ഈപ്പിംഗ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നടക്കാനുള്ള പ്രധാന കാരണം. ഈ നഗരത്തിലെ പുരാതന കോട്ടകളും ക്ഷേത്രങ്ങളൊക്കെ ആയിരക്കണക്കിന് വിളക്കുകൾ കൊണ്ട് ഈ സമയത്ത് അലങ്കരിക്കും. ഈ ഉത്സവത്തിന്റെ സമയത്ത് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളൊക്കെ അലങ്കരിക്കലും അതുപോലെ പരമ്പരാഗത തായ് നൃത്തങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ തെരുവുകളിൽ വർണ്ണാഭമായിട്ടുള്ള ഘോഷയാത്രകളൊക്കെ നടത്തും. പിന്നെ വീടുകൾക്ക് മുന്നിൽ ഈ മൺവിളക്കുകളൊക്കെ ഇല്ല, അതൊക്കെ ഇങ്ങനെ തെളിയിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ ഈ തിരി കത്തിക്കുകയും വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ പല സുരക്ഷാ കാരണങ്ങളും ഉണ്ടാവും, അതുപോലെ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ വിളക്കുകൾ ഇങ്ങനെ പറത്തി വിടാനും അതുപോലെ ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താനായിട്ട് അനുവാദമുള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു ഉത്സവം നടക്കുന്ന ഈ ചടങ്ങ് നടക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30 കിലോമീറ്ററോളം സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പൊ ആൾതാമസമൊക്കെ കുറവുള്ള ഇങ്ങനത്തെ ഏരിയകളിലാണ് ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമൊക്കെ വെക്കുന്നത്. അല്ലെങ്കിൽ തീ കൊളുത്തിയാണല്ലോ വിടുന്നത്. ഇതൊക്കെ ഓരോ വീടുകളിലോ ഓരോ തീ പിടിക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് വീണ് വലിയ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേക അനുമതി എടുത്ത് പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അങ്ങനെ കറക്റ്റ് 7:30 നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പഗോഡയുടെ സറൗണ്ടിങ്ങിലാണല്ലോ എല്ലാവരും ഇരിക്കുന്നത്. അവിടെ വെച്ച് കുറച്ച് ഇവരുടെ പ്രെയർ ഉണ്ടായിരുന്നു. അവരുടെ തായ് പ്രേയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കൾച്ചറലായിട്ടുള്ള കുറേ ആർട്ട് ഫോംസ് ഉണ്ടായിരുന്നു അവരുടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും എങ്ങനെയാണ് ഈ ലാൻറ്റേൺസ്, കാരണം ഇത് ഭയങ്കര അപകടകരമായൊരു കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് ലാൻറ്റേൺസ് എങ്ങനെയാണ് അത് കത്തിക്കുന്നത്, അതെങ്ങനെയാണ് മേളിലോട്ട് വിടേണ്ടതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അവരാദ്യം കത്തിച്ച് അവരത് ആകാശത്തേക്ക് പറത്തി നമ്മളെ ആദ്യം കാണിക്കും. അതിനുശേഷം കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് നമ്മളായിട്ട് കത്തിച്ച് മുകളിലേക്ക് വിടേണ്ടത്. പിടിച്ചേ 5, 4, 3, 2, 1. അയ്യോ നമുക്ക് ആയില്ലേ, സമയമായില്ലേ, ഇത് കത്തണില്ലല്ലോ. താഴത്തോട്ടോക്ക് പിടിച്ചാ വിടട്ടെ അടി പിടിച്ചേ വിടട്ടെ കേട്ടോ വിടട്ടെ ഒറ്റക്കായി വിളിച്ചേ. അടുത്തോ
ഇപ്പുറത്തോ പൊക്കിപ്പിടി നമ്മള് രണ്ടാമത്തെ കത്തിക്കേ. എന്റെ പോളി മൂന്നാമത്തെ എന്റെ മോൻ. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് വലിയ ആഗ്രഹമായിരുന്നു ഇത്. ജീവിതത്തിൽ എനിക്ക് ചിലപ്പോൾ സാധ്യമാക്കാൻ പറ്റുമോയെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഈ ലാൻഡേൺസ് കണ്ടോ ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നതിൻ്റെ താഴെ എൻ്റെ ഷെറിനോടൊപ്പം ഇങ്ങനെ നിൽക്കാൻ എനിക്ക് പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിനോടൊപ്പം എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയി സന്തോഷം കണ്ട്. പിന്നെ ഈ ലാൻഡേൺസ് ഇങ്ങനെ ആകാശത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വന്ന പോലെ ഒരു ഫീലാണ്. ഇതെനിക്ക് സാധിച്ചു തന്ന ഷെറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്നും ഇതുപോലെ ഷെറിൻ്റെ കൈകോർത്ത് പിടിച്ച് ഈ ലോകം മുഴുവൻ ചുറ്റി കാണാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഒരേ സമയം ആയിരക്കണക്കിന് വിളക്കുകൾ ആകാശത്തേക്ക് ഉയരുമ്പോൾ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെയുള്ള മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിനെ ആകാശ വിളക്കുകൾ അല്ലെങ്കിൽ സ്കൈ ലാൻഡേൺസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനെ തായ് ഭാഷയിൽ ഗോംലോയ് എന്നാണ് വിളിക്കുന്നത്. ഇത് അരിപ്പേപ്പറും മുളയും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. അതായത് വളരെ കനം കുറഞ്ഞ റൈസ് പേപ്പറില്ലേ, അത് ഉപയോഗിക്കുന്നതിലൂടെ ഈ വിളക്കിന്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ വിളക്കിന്റെ ആകൃതി നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ മുളയുടെ ചെറിയ ചീളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അടിയിലുള്ള മെഴുക് പോലൊരു ഇന്ധനം കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ചൂടുവായു ഉപയോഗിച്ചാണ് ഇത് ആകാശത്തേക്ക് ഇങ്ങനെ ഉയരുന്നത്. തായ് ജനതയ്ക്ക് ഇത് കേവലം ഒരു കാഴ്ചയല്ല, മറിച്ച് ഒരു ആത്മീയ കർമ്മം കൂടിയാണ്. ശ്രീബുദ്ധനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ വിളക്കുകൾ തെളിയിക്കുന്നത്. ബുദ്ധമത വിശ്വാസപ്രകാരം ആകാശത്തേക്ക് പറക്കുന്ന വിളക്കുകൾ ഒരു വ്യക്തിയുടെ കഷ്ടപ്പാടുകളും നിർഭാഗ്യങ്ങളും അകറ്റും എന്നാണ് തായ് ജനത വിശ്വസിക്കുന്നത്. അടുത്ത വർഷം ഭാഗ്യവും സന്തോഷവും ലഭിക്കാനുള്ള പ്രാർത്ഥനയോടെയാണ് ഓരോരുത്തരും ഈ വിളക്കുകൾ തെളിയിക്കുന്നത്. സ്വന്തം പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. വിളക്കുകൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതോടെ ഒരാളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ശരിക്കും ഈ ഉത്സവത്തിന്റെ ഉത്ഭവം ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്ന വിളക്കുകളുടെ ഉത്സവമായിട്ടുള്ള ദീപാവലിക്ക് സമാനമാണ് ഈ ഒരു ആചാരം. BC 5-ാം നൂറ്റാണ്ട് മുതൽ സുവർണഭൂമിയിൽ ഥേരവാദ ബുദ്ധമതവുമായിട്ട് ഈ ഹിന്ദു മതത്തിന് ഒരുപാട് ബന്ധമുണ്ട്. ഇന്ത്യയിലെ ഒഡീഷയിൽ ആഘോഷിക്കുന്ന കാർത്തിക പൗർണമി എന്ന് പറയുന്ന ഉത്സവമുണ്ട്. അതും ഇതുമായിട്ട് ഒരുപാട് സമാനതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യയുമായിട്ട് ശക്തമായ സമുദ്ര വ്യാപാരം ഉണ്ടായിരുന്ന പുരാതന കലിംഗ പ്രദേശത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ഒഡീഷ. അങ്ങനെ നമ്മുടെ കിട്ടില്ലൊരു പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ലട്ടാ, എനിക്കിത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പറ്റുന്നവരൊക്കെ ഇത് വന്ന് അറ്റൻഡ് ചെയ്യണമെന്നാണ്. ഇത്തിരി എക്സ്പെൻസീവാണ്, പക്ഷെ എന്നാലും സാധിക്കുമെങ്കിൽ വരാം. ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് അല്ലേ? കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കുക. അതെ, രക്ഷയില്ല. അൻസുമോളി ഇന്നൊക്കെ അറിയണ്ടായിരുന്നല്ലോ, എന്താ കാര്യം? കണ്ടിട്ടാണ് അത്ഭുതം കൊണ്ടാണോ? എന്നാലും കൊള്ളാം. ഇപ്പോഴും കുറേ പേര് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിടുന്നുണ്ട്. കണ്ടാ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുപോലെ വേറെ രസമുണ്ട്, നമ്മൾ ആളുകൾ വിടുന്നതൊക്കെ ഇല്ലേ, അത് ആ ഭാഗത്ത് ഇങ്ങനെ വീഴുന്ന കുറേ കാണില്ലേ, ഇരുട്ടായതുകൊണ്ട് അത്ര കാണത്തില്ല, ഇങ്ങനെ താഴത്തോട്ട് വീഴുന്നുണ്ട് അവിടെ. അതുപോലെ ഈ പ്രോഗ്രാം കഴിഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ ആ പ്ലാസ്റ്റിക്കും സംഭവങ്ങളൊക്കെ പെറുക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അതിന് വേണ്ടിയിട്ട് പ്രത്യേക ആളുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് കത്തിക്കണ നമ്മുടെ തൊട്ടപ്പുറത്ത് നിന്ന് ആളുടെ തീ പിടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കെടുത്താനുള്ള സംവിധാനം ഒക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത്. നമ്മുടെ സൈഡിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ടാവും. അപ്പോൾ അവരപ്പം തന്നെ വന്നിട്ട് മറ്റേ ഫയർ എക്സ്റ്റിങ്ക്വിഷ് വെച്ചിട്ട് അതൊക്കെ കെടുത്തി. എന്തായാലും കൊള്ളാം, കിടിലൻ എക്സ്പീരിയൻസ് ആണ്.
വീണ്ടും വീണ്ടും പൊക്കോണ്ടിരിക്കണ്. ഇത് അന്ത്യല്ലേ, നിർത്തണില്ലല്ലോ. ആൾക്കാർ ഇപ്പോഴും വിടണേണ്ട. എല്ലാരും പുറത്തുനിന്ന് മേടിക്കാൻ തോന്നണേ. ഇത് ബാക്കിയിരുന്നാണ്. ഇവരയിലൊക്കെ ഇനി ഇരിപ്പുണ്ടല്ലോ. ഇനി 2 മേടിച്ച് കത്തിച്ച് വിട്ടാലോ. നമ്മളെ ലൈറ്ററൊക്കെ ആയിട്ടാണ് വന്നത്, ഇൻ കേസ് കത്തിക്കാനായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എല്ലായിടത്തും മറ്റേ ഇത് കത്തിച്ച് വെച്ചിട്ടുണ്ട് അവർ. കണ്ട ഇങ്ങനത്തെ സാധനങ്ങൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്, എണ്ണയായിട്ട് കത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെ. അപ്പോൾ എല്ലാ വർഷവും നവംബർ മാസമാണ് ഇത് നടക്കുന്നത്. അത് ഈ ലെന കലണ്ടർ, അതായത് തായ് കലണ്ടറൊക്കെ അനുസരിച്ചാണ്. അപ്പോൾ നമ്മുടെ കലണ്ടർ അനുസരിച്ച് നവംബർ മാസം വരും. പക്ഷെ ഡേറ്റിൽ വ്യത്യാസം വരും. അത് ഈ പൂർണ്ണചന്ദ്രൻ വരുന്നതൊക്കെ അനുസരിച്ചാണ്. അതുപോലെ റേറ്റിലും വ്യത്യാസം വരും. 2024 ഉണ്ടായിരുന്ന റേറ്റ് അല്ല 2025 ഇന്ന് നമ്മൾ മുടക്കിയത്. അടുത്ത വർഷം ചിലപ്പോൾ റേറ്റൊക്കെ മാറും. അത് ആ വെബ്സൈറ്റൊക്കെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇത് നോക്കി, ഇതിനകത്ത് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി ഇടുന്നുണ്ടല്ലേ, നല്ല രസമല്ലേ. ഇത് നമ്മളിപ്പോൾ പറത്തിവിട്ട ലാൻഡേണില്ലേ, അതിൻ്റെ ഒരു മോഡലാണ്. ഓ, എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാണ്ട. ഇവിടെ എവിടെ നോക്കിയാലും ഈ ഫോട്ടോ എടുക്കാനുള്ള ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. അടിപൊളിയല്ലേ, നൈസ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇത് കണ്ട, എല്ലാവരും തിരിച്ചു പോകാനുള്ള തിരക്കിലാണ്. ഇവർ നമുക്ക് പല സ്ഥലങ്ങളിൽ ഡ്രോപ്പ് ചെയ്യും, ഹോട്ടലിൽ ചെയ്യത്തില്ല. ഒന്നില്ലെങ്കിൽ മായ ഷോപ്പിംഗ് മാള്, അല്ലെങ്കിൽ നൈറ്റ് ബസാറ്, അല്ലെങ്കിൽ മറ്റേ യൂണിവേഴ്സിറ്റി, അവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഡ്രോപ്പ് ചെയ്ത് തരും. അവിടെ നമുക്ക് സ്വന്തമായിട്ട് വേണം. ടാക്സിയൊക്കെ എടുത്ത് നമുക്ക് ഹോട്ടലിലോട്ട് പോകാം, അല്ലെങ്കിൽ നൈറ്റ് ബസാറോ അല്ലെങ്കിൽ നൈറ്റ് കാഴ്ചകളോ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്തി വീഡിയോ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു കിഡിലിൻ എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഒടുക്കം വരെ കാണിക്കണേ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫുള്ള് കാര്യങ്ങളും പറഞ്ഞത്. നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവാണ്. അതായത് ചിയാമ്മയിൽ നിന്ന് ചിയാറയിലോട്ട് നമ്മളൊരു ടാക്സി പറഞ്ഞിട്ടുണ്ട്. ബസ് 8 മണി തൊട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ രാവിലെ വെളുപ്പിന് 5 മണിക്ക് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, 12 ഗോ ആപ്പ് വഴി. അപ്പോൾ ചിയാങ്മയിലോട്ട് പോയി 10 മണിക്ക് ഫ്ലൈറ്റ്. അവിടുന്ന് ബാങ്കോക്കിൽ നിന്ന് നമ്മൾ തിരിച്ച് ഷാർജ, ഞാൻ പിന്നെ നാട്ടിലോട്ടും പോയി. പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളൊക്കെ ഇറങ്ങി അങ്ങനെ പോകും അല്ലേ. യെസ്. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ഇവിടെ ബസ് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പം എത്ര മണിക്ക് 1 മണിക്കൂറായി, കുറേ നേരമായി. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ്. പിന്നെ 14,000 പേരുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്തോട്ട് എത്തിക്കണമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. പരിപാടി കഴിഞ്ഞാൽ ഉടനെ പോകാം എന്നാരും വിചാരിക്കണ്ട. ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ പോസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ചിയാങ്മയിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്കോക്കിൽ വന്നു. ബാങ്കോക്കിൽ നമ്മൾ ഒരു സ്ഥലം കൂടി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഇത് സ്പേസ് ആൻഡ് ടൈം ക്യൂബ് പ്ലസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഇത് കിടിലൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ഒരാൾക്ക് 599 ബാത്താണ്. അതായത് ഇന്ത്യൻ മണി ഒരു 1700 വരും. കുട്ടികളൊക്കെ ആണെങ്കിൽ കുറവാണ് റേറ്റ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ആർട്ടും ടെക്നോളജിയും 3D വിഷ്വൽസും എല്ലാം കൂടി ഒന്നിക്കുന്ന ഒരു പുതിയ ലോകത്തെത്തിയ ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സംവിധാനമാണ്. മെയിനായിട്ടൊരു 3D സ്ക്രീനൊക്കെ ആണ്. ഏതാണ്ട് 20-ലധികം തീമുകളിൽ നമുക്ക് ഇതുപോലെ പല സംഭവങ്ങളും കാണാം. ശരിക്കും ഇതൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോ അല്ലെങ്കിൽ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കുന്നവർക്കൊക്കെ ആണ് ഏറ്റവും ബെസ്റ്റ്. ഒന്ന് ജസ്റ്റ് കയറി കണ്ടിട്ട് പോവാം. മസ്റ്റ് വിസിറ്റ് ആണെന്ന് വെച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഫോട്ടോഷൂട്ട്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണം, മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഇവിടെ 4D സിനിമയും VR എക്സ്പീരിയൻസും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെയിൻ ഹാളിൽ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇതുപോലെ പല ഫോട്ടോ സ്പോട്ടുകൾ കാണാം. അതിലൊന്ന് ഏറ്റവും പ്രശസ്തമായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ 3D സ്ക്രീനാണ്. അപ്പോൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് പല ടൈപ്പിൽ തീമുകളിലുള്ള സംഭവമൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ആ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഇത് ചെറിയൊരു സംഭവം കേട്ടോ, ഭയങ്കര ചെറിയ ഒരു സ്പേസ് ആണ്. അത് നേരിട്ട് കാണുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഇത് ഹെവി സംഭവമായിട്ട് നമുക്ക് തോന്നുള്ളൂ. എന്തായാലും അടിപൊളിയാണ്. ഇതിനകത്ത് പല സ്ക്രീനുകൾ ഇങ്ങനെ മാറി മാറി വരും. സീക്കൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് മാൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ് ഈ സംഭവം ഉള്ളത്. പിന്നെ കുറച്ച് ക്ഷമ ഇവിടെ വേണ്ടി വരും, കാരണം ഫോട്ടോ എടുക്കാനാണെങ്കിൽ. കാരണം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു വീഡിയോ എടുക്കുമ്പോൾ ഭംഗിക്കുറവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ഷമയോടെ നമുക്ക് ഇതുപോലെ പല തീമുകൾ വരുന്നത് നോക്കി നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാം. മെയിനായിട്ട് വീഡിയോ, ഫോട്ടോ, അതിനാണ് ഈ ഒരു സംഭവം. അപ്പോൾ എന്തായാലും ബാങ്കോക്കിൽ പോകുന്നവർ ഇതൊന്ന് കയറി നോക്കിയാൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു അടിപൊളി വീഡിയോസൊക്കെ എടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്തൊരു ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കേണ്ട. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ രാജ്യങ്ങളുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.